നമുക്കിന്നൊരു കട്ടിംഗ് ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇറക്കം അടയാളപ്പെടുത്തണം. എത്രയാണ് ഇറക്കം വേണ്ടത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടുതൽ കൂട്ടി ഇറക്കം അടയാളപ്പെടുത്തണം. ഷോൾഡർ 5.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. കൈക്കുഴി 5.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇതാ ഇങ്ങനെ വരയ്ക്കണം. കൈക്കുഴി ഷോൾഡർ തമ്മിൽ ഇതാ ഇങ്ങനെ വരച്ച്, പിന്നെ എത്രയാണോ ബ്രസ്റ്റ് വേണം അത് അടയാളപ്പെടുത്തണം. അതിന് ശേഷം അതിൻ്റെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി കൈക്കുഴി ഷേപ്പ് ചെയ്യണം. അതിനുശേഷം താഴ്ഭാഗത്ത് എത്രയാണോ വണ്ണം വേണ്ട അത് അടയാളപ്പെടുത്തണം. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി ഇതാ ഇങ്ങനെ വരയ്ക്കണം. അതിനുശേഷം കൈക്കുഴി ഇതാ നല്ലപോലെ തെളിച്ച് വരച്ച് അതിനുശേഷം കഴുത്തിറക്കം അടയാളപ്പെടുത്തണം. കഴുത്ത് അകലം അടയാളപ്പെടുത്തി ഇതാ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. അതിനുശേഷം ഇത് കട്ട് ചെയ്ത് എടുക്കണം. ഇതാ കഴുത്ത് ഭാഗത്ത് നിന്ന് നേരെ മുകളിലേക്ക് കട്ട് ചെയ്ത്, സൈഡ് കട്ട് ചെയ്ത്, ഇതാ കൈക്കുഴി കട്ട് ചെയ്ത് താഴ്ഭാഗത്തും തൊട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് താഴ്ഭാഗവും ഇതാ ഇങ്ങനെ നേരെ കട്ട് ചെയ്തെടുക്കണം. ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അതുതന്നെ ബാക്ക് പീസ് എടുത്ത് ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്കിട്ട് അതേപോലെ തന്നെ ട്രേസ് ചെയ്തെടുക്കണം. കൈക്കുഴിയും ഷോൾഡറും ബാക്കിയുള്ള ഭാഗങ്ങളും ദാ നല്ല കാറ്റാ പറന്നു പോകുന്നുണ്ട്. ദാ നന്നായിട്ട് വെച്ച് ദാ ട്രേസ് ചെയ്തെടുത്തത് ഒന്നുകൂടെ നന്നായിട്ട് വരയ്ക്കുന്നു. ഇനിയും ഫ്രണ്ട് കഴുത്ത് എത്രയാണോ വേണ്ടത് അത് അടയാളപ്പെടുത്തണം. പിന്നെ താഴെ നിന്ന് മുകളിലേക്ക് 3.5 ഇഞ്ചും നടുക്ക് നിന്നും 2.5 ഇഞ്ചും അടയാളപ്പെടുത്തി ദാ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. ദാ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ച് വെച്ച് നമുക്കിനി ദാ കൈക്കുഴി കുഴിച്ച് വെട്ടണം. 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടി ദാ ഇങ്ങനെ വെട്ടി കഴുത്ത് എത്രയാണോ വേണ്ടത് അതും വെട്ടി ദാ ഇവിടെയും വെട്ടി ദാ ഇങ്ങനെ നേരെ മുകളിലേക്ക് വെട്ടി ദാ ഫ്രണ്ട് കഴുത്ത് എത്രയാണോ വേണ്ടത് ദാ അതും വെട്ടി എടുത്ത് ഫ്രണ്ട് പീസിൻ്റെ മുകളിലത്തെ പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി കൈ വെട്ടിയെടുക്കണം. ദേ 4 പീസ് മടക്കി ഇട്ടിട്ടുണ്ട് തുണി. എത്രയാണോ കൈയിറക്കം വേണ്ടത് അത് ദേ ഇങ്ങനെ വരച്ച് അവിടെ നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് സൈഡിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. അതിന് എത്രയാണോ കൈവണ്ണം വേണ്ടത് അത് അടയാളപ്പെടുത്തി 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് ദാ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണം. ദാ കൈയുടെ ഇറക്കം എത്രയാണോ വേണ്ടത് അത് ഇങ്ങനെ അടയാളപ്പെടുത്തി ദാ ഇങ്ങനെ വെട്ടണം. കൈയിറക്കം വേണ്ട അത്രയും വെച്ചിട്ട് മടക്കി അടിക്കാനുള്ള ഭാഗം ഇങ്ങനെ ചരിച്ച് വെട്ടണം. കൈയുടെ കട്ടിങ്ങും കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് കട്ടിങ്ങാണ് വേണ്ടത്. ഇതാ നീളം മാർക്ക് ചെയ്തു. കട്ടിങ്ങിൻ്റെ നീളം മാർക്ക് ചെയ്തു. മുകളിലേക്ക് 4 ഇഞ്ചും നടുഭാഗത്ത് 3 ഇഞ്ചും നല്ല കാറ്റ് 3 ഇഞ്ചും അടയാളപ്പെടുത്തി ഇതാ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചാൽ കട്ടിങ്ങിൻ്റെ പീസും ദാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. കട്ടിങ് ഇതേപോലെ 6 പീസാണ് കട്ടിങ് വേണ്ടത്.